ഹലോ ഗൈസ്, മൈക്രോ മെട്രോപൊളിറ്റൻ സർവൈവൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡായിരിക്കും നമ്മളിവിടെ വീട് വെക്കാൻ പോകുന്ന എപ്പിസോഡ്. നിങ്ങളെൻ്റെ പുറകെ കണ്ടു കാണും, ഞാൻ ആ സ്പ്രൂസ് കൊണ്ടുവന്ന് മൊത്തം നട്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ റിസോഴ്സസ് കുറേയൊക്കെ ഗ്യാദർ ചെയ്ത് വെച്ചു. അതുകൊണ്ട് 3.5 സ്റ്റാക്ക് അടുപ്പിച്ച് സ്റ്റോണും അതുപോലെ തന്നെ 4.5 സ്റ്റാക്ക് അടുപ്പിച്ച് സ്പ്രൂസ് വുഡും ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെ മതിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബിൽഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ റിസോഴ്സസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പം എന്തായാലും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് വരുവാണെങ്കിൽ ഞാൻ പോയി എടുത്തോളാം. എന്തായാലും നേരെ നമുക്ക് അതിൻ്റെ പണിയിലോട്ട് കിടക്കാം ഗൈസ്. പിന്നെ ഗൈസ്, ഞാനിത് ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മളിവിടെ ഇതുണ്ടാക്കുമ്പോൾ കുറേ സമയം എന്തായാലും പോകും ഞാനത് ഫുള്ളായിട്ട് കാണിക്കാൻ നിന്നാൽ. അതുകൊണ്ട് തന്നെ ഞാനത് ഓരോ പാർട്ടായിട്ട് ഓരോ പണി തീരുന്നതനുസരിച്ച് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം ഗൈസ്. അപ്പം എന്തായാലും നേരെ പണിയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ എങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ചെറിയൊരു മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ എഡ്ജിൽ നിന്നും നമ്മൾ ഈ സ്പ്രൂസ് വുഡ് വെച്ച് പില്ലർ, ഒരു 4 ബ്ലോക്ക് ഹൈറ്റിൽ പില്ലർ കെട്ടി ആയിരിക്കും ഇതുണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ഇനി അതിലോട്ട് കിടക്കാം ഗൈസ്. കേസ് ഇങ്ങനെ ആയിരിക്കും ഈ വീടിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി ബാക്കി ഉള്ള ബ്ലോക്കൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി അതിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി അതിലോട്ട് ഞാൻ സ്റ്റോൺ ബ്രിക്സ് ആണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ എടുത്തിട്ട് ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാകും ഗൈസ്. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് ഇതിനെ സ്റ്റോൺ ബ്രിക്സ് ആക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് വെച്ചിട്ട് സ്റ്റോൺ ബ്രിക്സ് എടുക്കാം ഗൈസ്. ഓക്കെ, കുറച്ചും കൂടെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് 1.5 സ്റ്റാക്ക് സ്റ്റോൺ ബ്രിക്സ് ക്രാഫ്റ്റ് ചെയ്ത് ഇനി ഇത് അവിടെ കൊണ്ടുവക്കാൻ കഴിയും. ഓക്കെ, ഇത്ര ഫില്ല് ചെയ്തു. ഇവിടെ ആയിരിക്കും ഫ്രണ്ട് ഡോർ വരെ. അതുപോലെ ഇവിടൊക്കെ നമ്മുടെ ഗ്ലാസ് പ്ലെയിൻ വെച്ച് വിൻഡോ സെറ്റ് ചെയ്യും. അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അകത്ത് ഇതുപോലെ ഇരിക്കും ഗൈസ്. ഇത്ര സ്പേസ് കിട്ടും നമുക്ക് അകത്ത്. അതുപോലെ തന്നെ മേളിലോട്ട് സെക്കൻഡ് ഫ്ലോർ ഞാൻ പണിയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ബാക്കി ഇതിലോട്ട് കുറച്ചുകൂടെ ഹൈറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. മേളിലോട്ട് കുറച്ചൊന്ന് പണിഞ്ഞിട്ട് അവിടെയും കൂടെ ഫില്ല് ചെയ്യും ഗൈസ്. ഓക്കെ, ഞാൻ മേളിലത്തെ നില ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ സ്റ്റോൺ മൊത്തം തീർന്നു. പിന്നെ ഞാൻ താഴെ പോയി കൂൾ സ്റ്റോൺ മൈൻ ചെയ്ത് പോലെ ഫർണസ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. എന്തായാലും ഞാൻ ഇത്രയും മേളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അകത്ത് ഇവിടെ നോർമൽ പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഫ്ലോറും കൂടെ കെട്ടണം. അതുപോലെ തന്നെ ഇനി മേൽക്കൂര പണിയുണ്ട്. ഇതുപോലെ മേളിലും പണിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും റൂഫിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തും ഫ്ലോറിൻ്റെ പണിയും തീർന്നിട്ടുണ്ട്. ഇവിടെ തീർന്നു, മേളിലത്തെ നിലയും തീർന്നു. കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഇവിടൊക്കെ വിൻഡോ പണിയണം. ഗ്ലാസ് വെച്ചിട്ട് പിന്നെ ഇവിടെ ഡോറും വെക്കണം. അതിന് നമുക്ക് പോയി സാൻഡ് മൈൻ ചെയ്യണം കൈസ് ആദ്യം. അപ്പോൾ അതിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും സാൻഡ് മൈൻ ചെയ്യാൻ പോകാം. നമുക്ക് അവിടുന്ന് സാൻഡ് മൈൻ ചെയ്തെടുക്കാം. കുറച്ചധികം വേണ്ടി വരും. എന്നിട്ട് സാൻഡ് എടുത്തുകൊണ്ട് ഫർണസ് വെച്ച് സ്മെൽറ്റ് ചെയ്താൽ മതി. നമുക്ക് ഗ്ലാസ് കിട്ടും ഗൈസ്. എന്തായാലും നമുക്കിത് സ്മെൽറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കേസ് ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാം. അവിടെ കൊണ്ടുപോയിട്ട് ഫർണസ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ ഫർണസിലോട്ട് നോക്കാം ഗൈസ്. ഇനി ഇതിന്ന് സ്മെൽറ്റ് ആവട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇത്രയും ഗ്ലാസ് കൂടെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ പോയി കുറച്ച് വുഡ് മൈൻ ചെയ്തെടുത്തു ഡോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇത് വെച്ച് ഈ ഗ്ലാസ്സിനൊക്കെ ഗ്ലാസ് പ്ലെയിൻ ആക്കാം ഗൈസ്. കുറച്ച് ഇത്രയും വേണ്ടായിരുന്നു, എന്തായാലും ഇരിക്കട്ടെ. പിന്നെ ഒരു ഡോർ ഉണ്ടാക്കാം, ഓക്ക് ഡോർ ഉണ്ടാക്കാം ഗൈസ്. അതായിരിക്കും കാണാൻ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്ലാസ് പ്ലെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോറ് നമുക്ക് ഇവിടെ വെക്കാം. ഇത് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമുക്കിവിടെ ഈ വിൻഡോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഗ്ലാസ് പ്ലെയിൻ വെച്ച് ഓക്കെ, ഇവിടെ ഇത്രയും ആയിട്ടുണ്ട്. ഇനി മേളിലും ചെയ്യണം. താഴെയും മേളിലും വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് വെളിയിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളുണ്ട് ഗൈസ്. ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ കുറച്ച് അയൺ വെച്ച് ലാൻഡേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ലാൻഡേൺ എടുത്ത് ഇവിടെ തൂക്കിയേക്കാം ഗൈസ്. ഇവിടെ ഒരെണ്ണം.
ഓക്കെ ഓക്കെ ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പണി. വീടിൻ്റെ വെളിയിലത്തെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ലീവ്സും ലാൻഡുകളൊക്കെ വെച്ചു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. അകത്തോട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അകത്തോട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഗൈസ്, പ്ലെയിൻ ആയിട്ട് തന്നെ നടക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഞാൻ കുറേ നേരം അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് അകത്തോട്ടുള്ള പണികൾ ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇത്രയും പണിഞ്ഞ് തീർത്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഗൈസ്. ബൈ ബൈ.